ഹായ്, നമുക്ക് ഇന്ന് ഫെവിക്രിലിന്റെ ഓൾ ഇൻ വൺ ക്യാൻവാസ് സെറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഫെവിക്രിലിന്റെ ഓൾ ഇൻ വൺ പെയിന്റിംഗ് കിറ്റ്. ഇതിൻ്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ക്യാൻവാസ് ബോർഡ് ഉണ്ട്, 6 അക്രിലിക് കളേഴ്സ് ഉണ്ട്, ഒരു ബ്രഷ് ഉണ്ട്, സ്റ്റെൻസിൽ ഉണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാനേ. ഇതിൽ 6 ബേസിക് കളേഴ്സ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. യെല്ലോ ഉണ്ട്, വൈറ്റ്, റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ഗ്രീൻ, അങ്ങനെ 6 കളേഴ്സ് ഉണ്ട്. ഇതാണ് അതിൻ്റെ കൂടെ വന്ന ബ്രഷ്. പിന്നെ ഒരു 3 സ്റ്റെൻസിൽ ഉണ്ട്. ഇത് ശരിക്കും എന്താ പേപ്പർ പോലത്തെ ഇതാണ്, കട്ടിയുള്ള പേപ്പർ, കാർഡ്ബോർഡ് പോലത്തെ സ്റ്റെൻസിലാണ്, പ്ലാസ്റ്റിക് അല്ല, അതുകൊണ്ട് വാഷബിൾ അല്ല ഇത്. ഇതിൽ ഫസ്റ്റ് പോർട്രേറ്റ് എന്ന് പറഞ്ഞത് ഒരു ബുദ്ധയുടെ ഇതാണ്. പിന്നെ ഒന്ന് ഇത്, പിന്നെ ഇത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ക്യാൻവാസ് ബോർഡാണ്. ഇത്രയാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയത്, ക്യാൻവാസ് പെയിന്റിംഗ് കിറ്റിൻ്റെ കൂടെ. അതിൻ്റെ വില അവർ ആദ്യം ഇട്ടിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 220 ആയിരുന്നു. പിന്നെ 199 നമുക്ക് കിട്ടിയത്. ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നമ്മളിനി ഇത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ഒന്ന് ചെയ്ത് നോക്കാൻ പോവുക, ആ സ്റ്റെൻസിലായിട്ട്. നമ്മൾ ഈ ക്യാൻവാസ് ബോർഡിലേക്ക് ആദ്യം പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറുകൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്താണ്. ഇത് ബ്ലൂവും വൈറ്റും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കളർ കിട്ടിയത്. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ഇതിൻ്റെ ബേസ് ചെയ്തെടുക്കണം, എന്നിട്ട് വേണം സ്റ്റെൻസിൽ വെച്ച് ചെയ്യാൻ. നമ്മളുടെ ക്യാൻവാസ് ബോർഡ് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെൻസിൽ വെച്ചിട്ട് അത് ബുദ്ധയുടെ പെയിന്റിങ്ങും കൂടെ ചെയ്യാം.
ഞാൻ ആദ്യം സ്പഞ്ച് വെച്ച് ചെയ്തെങ്കിലും പിന്നെ എനിക്കത് തോന്നി സ്പ്രെഡ് ചെയ്യാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്രഷിലേക്ക് മാറിയത്. അത് നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അതെങ്ങനെ കിട്ടിയതെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ബുദ്ധ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. നമ്മുടെ സ്റ്റെൻസിൽ നമുക്ക് ഇനി ഒന്ന് മാറ്റി നോക്കാം എങ്ങനെയാണ് ബുദ്ധ പെയിൻറ്റിങ് വന്നേക്കണേന്ന്. വാവ്, നല്ലോണം വന്നിട്ടുണ്ട് ഇത്.